നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 14. അങ്ങനെ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് മാർക്കറ്റ് എൻ്റർ ആവുകയാണ്. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ എണ്ണ ഗതാഗത പാതയിൽ യുഎസിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിന് മറുപടിയായിട്ട് ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണത്തിനാണെന്നുള്ള മറുപടിയാണ് ഇറാൻ നൽകുകയും ചെയ്തത്. എന്നാൽ ഇന്ന് രാവിലെ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെതിരായിട്ട് അതുല്യമായ സാമ്പത്തിക ഒറ്റപ്പെടുത്തൽ ഏർപ്പെടുത്തുമെന്നാണ് യുഎസ് ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെൻസന്റ് പ്രസ്താവിച്ചിട്ടുമുള്ളത്. കൂടാതെ ഹോർമൂസിലുള്ള യുഎസിന്റെ ബ്ലോക്കേഡ് സസൂതം തുടരുമെന്നും യുഎസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനും യുഎസും തമ്മിലുള്ള പീസ് ഡീലിന് മുകളിൽ യാതൊരുവിധ പ്രോഗ്രസും നടക്കുന്നില്ലെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതും. എങ്കിലും എണ്ണയുടെ വില സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് തന്നെ തുടരുന്നുമുണ്ട്. നമുക്കറിയാം, ഏകദേശം ഇപ്പോൾ ഒരാഴ്ചയോളം കാലമായിട്ട് ഇറാനും യുഎസും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ കാര്യമായിട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും സംഭവിക്കുന്നുമില്ല. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അശോക് ലൈലാൻഡ്, NMDC, ആൽക്കം ലബോറട്ടറീസ്, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഭാരത് ഡൈനാമിക്സ്, വോൾട്ടാസ്, 3M ഇന്ത്യ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, പതഞ്ജലി ഫുഡ്സ്, ഫിസിക്സ് വാല, സ്നൈഡർ ഇലക്ട്രിക്, ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ്, PTC ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിക്ക് 24,360 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് മാത്രമല്ല, നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMA ഈ ലെവലിലായിട്ടാണ് നിലനിൽക്കുന്നതും. ഇന്നലെ ഇൻട്രാഡേ ബേസിസിൽ ഈ ലെവൽ നിഫ്റ്റിയിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് വന്ന CSA ക്ലോസിംഗിന്റെ ഫലമായിട്ട് ഈ ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായിരുന്നു. എങ്കിലും ഇന്നും ഈ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 24,300, 24,200 എന്നീ ലെവലുകൾ അടുത്ത സപ്പോർട്ടുകളായിട്ട് മാറിയേക്കാം. എന്നാൽ ഇന്നലെ കണ്ട പോലെ തന്നെ 24,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനവുമാണ്. കാരണം നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-day EMA ഈ ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. എന്നാൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ ഈ ലെവലിൽ നിന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷർ ശക്തമാകാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു റീബൗണ്ട് സാധ്യമാവുകയാണെങ്കിൽ 24,500 തുടർന്ന് 24,600 എന്നീ ലെവലുകളിൽ ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി WPI, ഫ്യൂവൽ, ഇൻഫ്ലേഷൻ, മാനുഫാക്ചറിംഗ് തുടങ്ങിയ ഡേറ്റകളുടെ ജൂലൈ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഡേറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ നിന്നും വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി ജൂലൈ മാസത്തെ മന്ത് ബേസിസിലുള്ള PPI ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത് 0.2% വർധനവായിരുന്നെങ്കിൽ കൂടിയിട്ടും ജൂലൈ മാസത്തിലെ യുഎസിലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് അൺചേഞ്ച്ഡ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഇന്ന് യുഎസിൽ നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി ജൂലൈ മാസത്തെ മന്ത് ബേസിസിലുള്ള റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെയും പിന്നീട് വൈകുന്നേരം 7:30 ഓഗസ്റ്റ് മാസത്തെ മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ് ഡാറ്റയുടെയും റിലീസ് നടക്കാനുണ്ട്. ഒരാഴ്ചയിലേറെ കാലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കൺസോളിഡേഷൻ തുടരുന്നുണ്ടെങ്കിലും അവസാനം 3 ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ പ്രഷറാണ് അനുഭവപ്പെടുന്നതും. മാത്രമല്ല, ഈ 3 ട്രേഡിംഗ് സെഷനുകളിലും നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ മാർക്കറ്റിന് ഇന്നലെ ഉൾപ്പെടെ ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. കൂടാതെ ഇന്നലെ തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 510.69 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4,353.09 കോടി രൂപയ്ക്ക് ബൈയിങ്ങും ശക്തമാക്കി. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 0.4%, HDFC ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ICICI ബാങ്ക് ADRന് 1.25% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് 0.5%, ഇൻഫോസിസിന് 1%, വിപ്രോയ്ക്ക് 0.5% നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. US മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സെമി കണ്ടക്ടർ, ടെക്നോളജി സ്റ്റോക്കുകളിലുണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് S&P 500ന് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്
തുടർന്നുകൊണ്ട് അതിന്റെ ഏറ്റവും ഉയർന്ന നിലയ്ക്ക് അടുത്തായിട്ട് തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായ സാൻഡിസ്കില് 15%, മൈക്രോണില് 5.6% ഉയർച്ച ഇന്നലെ യുഎസ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടു. മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആപ്പിൾ തുടങ്ങിയ ടെക്നോളജി സ്റ്റോക്കുകളിലുണ്ടായ മാന്യമായ പ്രകടനത്തിന്റെ ഫലമായിട്ട് നാസ്ഡാക്കിനും ഇന്നലെ തരക്കേടില്ലാത്ത പ്രകടനവും കാഴ്ചവെക്കുവാനായി. മാത്രമല്ല 0.81% നേട്ടത്തോടു കൂടിയിട്ടാണ് നാസ്ഡാക്ക് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. അങ്ങനെ യുഎസ് മാർക്കറ്റുകൾക്ക് ഇന്നലെ നേട്ടം തുടരുവാനായെങ്കിലും നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ട് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം ഇന്നലെ 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.25%, ജർമ്മൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ എണ്ണയുടെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്, ഏകദേശം 0.10%. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.5% അഥവാ $12 ഇടിവും അനുഭവപ്പെടുന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില $86.98 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $81.19 per ബാരൽ നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $4,336.96 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് നിലവിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.78 എന്ന നിലയിലും മാക്സ് പെയിൻ 24,400 എന്ന ലെവലിലുമായിട്ട് തുടരുന്നു. തുടർച്ചയായി ഇന്നലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നേരിയ തോതിലാണെങ്കിലും നിഫ്റ്റിക്ക് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിച്ച് തുടരുവാനുമായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്. കോൾ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,350 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മാൻകൈൻഡ് ഫാർമ നെതർലാൻഡ്സ് VB എന്ന പേരില് കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപകമ്പനി ഇന്നലെ ഓഗസ്റ്റ് 13 നെതർലാൻഡ്സിൽ രൂപീകരിച്ചു. IRM എനർജി കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിരുന്ന ശ്രീ അരുൺകുമാർ സലരു ഇന്നലെ ഓഗസ്റ്റ് 13 സ്ഥാനമൊഴിഞ്ഞു. അതിന് പകരമായിട്ട് ഇന്ന് ഓഗസ്റ്റ് 14 മുതൽ ശ്രീ ആശിഷ് മഹേശ്വരി പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് ചുമതലയേൽക്കും. KNR കൺസ്ട്രക്ഷൻസ് 25 പൈസ per ഷെയർ എന്ന നിലയിലുള്ള ഫൈനൽ ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് സെപ്റ്റംബർ 15 അറിയിപ്പ് കമ്പനി നടത്തി. കിങ്സ് ഇൻഫ്ര വെഞ്ചേഴ്സ് കമ്പനിയുടെ പുതിയ ചെയർമാനായിട്ട് ശ്രീ ബേബി ജോൺ ജോഷിയെ നിയമിച്ചു. സിമെക് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 7.1%, റവന്യൂവില് 40.8% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ആവന്തി ഫീഡ്സ് നെറ്റ് പ്രോഫിറ്റില് 42.1% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 18.3% വർധനവും രേഖപ്പെടുത്തി. ഒലക്ട്ര ഗ്രീൻ ടെക് നെറ്റ് പ്രോഫിറ്റില് 0.4% നേരിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 66% വർധനവും രേഖപ്പെടുത്തി. LG ഇലക്ട്രോണിക്സ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റില് 27%, റവന്യൂവില് 15% വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് നെറ്റ് പ്രോഫിറ്റില് 80.3% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 9.3% വർധനവും രേഖപ്പെടുത്തി. ഹൊനാസ കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 41.3 കോടി രൂപയിൽ നിന്നും ഇത്തവണ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് 90.3 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 27% വർധനവും രേഖപ്പെടുത്തി. റിലാക്സോ ഫുഡ് വെയേഴ്സ് നെറ്റ് പ്രോഫിറ്റില് 12.4%, റവന്യൂവില് 7.7% വർധനവും രേഖപ്പെടുത്തി. സമ്മാൻ ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റില് 27.2%, ടോട്ടൽ ഇൻകത്തില് 30.1% ഇടിവും രേഖപ്പെടുത്തി.